കൊട്ടിയൂരിലെ ദർശനവും വിശേഷങ്ങളും കഴിഞ്ഞ് ഇനി മടക്കയാത്രയാണ്. പ്രകൃതിയുടെ മനോഹാരിതയും ഭക്തിനിർഭരമായ അന്തരീക്ഷവും ഈ യാത്രയെ മറക്കാനാവാത്ത അനുഭവമാക്കി. ദക്ഷിണകാശിയുടെ അനുഗ്രഹവുമായി ഇനി അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക്. ഈ യാത്രയുടെ ശേഷിക്കുന്ന കാഴ്ചകൾ കൂടി നിങ്ങളുമായി പങ്കുവയ്ക്കാം. അങ്ങനെ ദക്ഷിണകാശിയായ കൊട്ടിയൂരിലെ ദർശനം പൂർത്തിയാക്കി ഇനി ഞങ്ങൾ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലേക്കാണ് യാത്ര ചെയ്യുന്നത്. പ്രകൃതിയുടെ മനോഹര കാഴ്ചകൾ ആസ്വദിച്ച് ഒരു ആത്മീയ യാത്രയിൽ നിന്നും മറ്റൊരു ആത്മീയ അനുഭവത്തിലേക്കുള്ള യാത്ര. കൊട്ടിയൂരിൻ്റെ അനുഗ്രഹവുമായി ഇനി മുത്തപ്പൻ്റെ നാട്ടിലേക്ക്. ഈ വർഷം കൊട്ടിയൂരിൽ നല്ല തിരക്ക് തന്നെയായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ഞങ്ങൾക്ക് ആ തിരക്കൊന്നും അനുഭവപ്പെട്ടില്ല. രാവിലെ കുടിച്ച ചായയൊക്കെ എങ്ങോ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് പോകും വഴി ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറയുന്നത്. ഇനി നമ്മൾ മുത്തപ്പൻ്റെ അടുത്തേക്ക് എത്താൻ കുറേ സമയമെടുക്കും. അപ്പം ഒരു ചായയൊക്കെ കുടിച്ച് പതിയെ പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ ഒരു ചായക്കട കണ്ടു. അപ്പോൾ അവിടെ കയറി. അങ്ങനെ ചായകുടിയും രാവിലത്തെ ഓരോരോ വിശേഷങ്ങളും എല്ലാം പറഞ്ഞ് ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു. നല്ലൊരു സ്ഥലമായിരുന്നു കേട്ടോ. നല്ലൊരു ചായക്കട, അത്യാവശ്യം നല്ല വൃത്തിയൊക്കെ ഉള്ളൊരു കടയായിരുന്നു. അങ്ങനെ അവിടെ ചായ കുടിച്ച് ഒരു കട്ട്ലേറ്റൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരുന്നു. മുത്തപ്പന് പിന്നെ ചിക്കനും മീനും ഒന്നും പ്രശ്നമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ കട്ട്ലേറ്റ് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് വണ്ടി എടുത്തിട്ട് പോന്നു. പോരുന്ന വഴിക്കിതാ ഒരു വെറൈറ്റി കളറിലുള്ള ഒരു കാർ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് ഈ കളർ കാണാനൊക്കെ. നല്ലൊരു വൃത്തിയുള്ളൊരു കാറ്. കുറേ വളവും തിരിവുകളും ഒക്കെ ഉള്ള നല്ലൊരു റോഡായിരുന്നു കേട്ടോ. അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ കുറേ മുന്നോട്ട് പോയപ്പോൾ ഞങ്ങളുടെ മുന്നിലൊരു KSRTC ഉണ്ടായിരുന്നു. അതും ഒരു സൂപ്പർ ഫാസ്റ്റ്. അതായതുകൊണ്ട് മാത്രം ഏട്ടൻ ആ വണ്ടീനെ കടത്തി വെട്ടിയില്ല. അല്ലെങ്കിൽ എപ്പോഴോ മുന്നിൽ കയറി പോയേനെ. കണ്ണൂരിലെ ഇരിട്ടി എന്ന് പറയുന്നത് എനിക്കൊരു ഫേവറേറ്റ് ആണ്. 2 വട്ടം എക്സാം എഴുതാൻ വന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു, ഇരിട്ടി വഴിയാണോ പോകുന്നത്? അപ്പോൾ എന്നോട് പറഞ്ഞു ഇരിട്ടി വഴിയോ എന്നും പറഞ്ഞ് എന്നെ കളിയാക്കി. പക്ഷേ ഇരിട്ടി വഴിയാണ് പോയിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ 2 മണ്ടന്മാർക്കും അറിയില്ലായിരുന്നു. അതാണ് സത്യം. എന്നിട്ട് ഇവരെന്നെ കളിയാക്കിക്കൊണ്ട് അവിടെ ഇരുന്നു. ഡ്രൈവർ സ്ക്രൂ ഡ്രൈവർ വണ്ടീന്റെ പുറകെ പോയോ? ഓരോ പുറകെ ആണോ? ഓരോ കൂടെ പോയിട്ട് നമുക്ക് കാസർഗോഡ് 1:19 കേട്ടോ അറൈവ് ചെയ്യാം. നമ്മൾ സമയം നോക്കിയേക്കാം. അങ്ങനെ മലനിരകളും പച്ചപ്പും നിറഞ്ഞ വഴികളിലൂടെ യാത്ര ചെയ്ത് കേരളത്തിന്റെ ഗ്രാമീണ സൗന്ദര്യമെല്ലാം ആസ്വദിച്ച് ഓരോ വളവും പുതിയ കാഴ്ചകളും എല്ലാം കഴിഞ്ഞ് നമ്മളിതാ നമ്മുടെ മുത്തപ്പൻ്റെ മണ്ണിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം മുത്തപ്പൻ്റെ നാട്ടിലും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ട്രാവലറൊക്കെ നമ്മുടെ റോഡ് സൈഡിലാണ് നിർത്തിയിട്ടേക്കുന്നത്. അപ്പോൾ താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വണ്ടി നിർത്താൻ സ്ഥലം ഉണ്ടാവും എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും വേണ്ടില്ല എന്ന് വെച്ച് വണ്ടി എടുത്ത് താഴേക്ക് പോയിട്ടോ. പക്ഷേ നമുക്ക് പേ പാർക്കിംഗ് ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്ഥലം കിട്ടി. അങ്ങനെ വണ്ടിയൊക്കെ വെച്ച് ഞങ്ങൾ ഇതേ അമ്പലത്തിലേക്ക് പോവാം കേട്ടോ. കൊട്ടിയൂരെ കാര്യം പറഞ്ഞോളെ തന്നെ മുത്തപ്പൻ്റെ അടുത്തും അത്യാവശ്യം തിരക്കുണ്ട്. പക്ഷേ ആ തിരക്ക് നമുക്ക് അനുഭവപ്പെടുന്നില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടയിലേക്ക് കയറുന്ന വഴിക്ക് ചെറിയമ്മേൻ്റെ അനിയത്തിനെയും മോളെയൊക്കെ കണ്ടു കേട്ടോ. അപ്രതീക്ഷിതമായി കണ്ടതാണ് രണ്ടാളെ. അങ്ങനെ സംസാരിച്ച് ഞങ്ങൾ നേരെ കയറി. അവിടേക്ക് കയറി നമ്മൾ നേരെ പോയത് മുത്തപ്പൻ്റെ പ്രസാദം കഴിക്കാനാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ എന്ത് പരിപാടിയും. അങ്ങനെ സ്ത്രീകൾക്ക് താഴെയും പുരുഷന്മാർക്ക് മേലെയായിരുന്നു കേട്ടോ. കുറേ ആൾക്കാരൊക്കെ പാക്ക് ചെയ്തൊക്കെ പോകുന്നുണ്ടായിരുന്നു. നീലുമോളെ ചോറൂണിനാണ് ഇവിടെ നല്ലോണം വന്ന് തൊഴുതത്. എല്ലാം ഒരു 2.5 വർഷമായിക്കാണ് ഇവിടേക്ക് നല്ലോണം വന്നിട്ട്. അത് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. പക്ഷെ എല്ലാം പെട്ടെന്നുള്ള വരവും പോക്കും ഒക്കെ ആയിരുന്നു. കേരളത്തിലെ ഏറ്റവും ജനകീയമായ ആരാധന സങ്കല്പങ്ങളിൽ ഒന്നാണ് മുത്തപ്പൻ. ശിവന്റെയും മഹാവിഷ്ണുവിൻ്റെയും ദൈവിക ശക്തികൾ ഒരുമിച്ച് അവതരിച്ച രൂപമായാണ് മുത്തപ്പനെ ഭക്തർ വിശ്വസിക്കുന്നത്. പുരാണ കഥകൾ പ്രകാരം സന്താനമില്ലാതിരുന്ന ഒരു ദമ്പതികൾക്ക് ദൈവാനുഗ്രഹത്താൽ ലഭിച്ച കുട്ടിയായിരുന്നു മുത്തപ്പൻ. വളർന്നപ്പോൾ സാധാരണ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായ ജീവിത രീതിയായിരുന്നു അദ്ദേഹം സ്വീകരിച്ചത്. പാവപ്പെട്ടവരുടെയും അവശരുടെയും കൂടെ ജീവിക്കുകയും അവരുടെ ദുരിതങ്ങളിൽ സഹായിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ദൈവികത തിരിച്ചറിഞ്ഞ ജനങ്ങൾ മുത്തപ്പനെ ആരാധിക്കാൻ തുടങ്ങി. പറശ്ശിനിക്കടവിലെത്തുന്ന ഭക്തർക്ക് പ്രസാദമായി ചായയും വേവിച്ച പയറുവർഗ്ഗങ്ങളും തേങ്ങാക്കഷ്ണങ്ങളും നൽകുന്ന പതിവുണ്ട്. കൂടാതെ ഉച്ചഭക്ഷണവും അന്നദാനവും ഇവിടെ ലഭ്യമാണ്. ജാതി മതഭേദമില്ലാതെ എല്ലാവർക്കും ഭക്ഷണം നൽകുന്നത് മുത്തപ്പൻ ആരാധനാലയങ്ങളുടെ വലിയ പ്രത്യേകതയാണ്.
കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുത്തപ്പൻ ആരാധനയിൽ തെയ്യത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഇവിടെ മുത്തപ്പൻ വെറും പ്രതിഷ്ഠയല്ല, തെയ്യത്തിന്റെ രൂപത്തിൽ ഭക്തരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ദൈവ സാന്നിധ്യമായാണ് വിശ്വസിക്കപ്പെടുന്നത്. ജാതിയുടെയും മതത്തിന്റെയും സാമൂഹ്യ സ്ഥാനത്തിന്റെയും വേർതിരിവുകളില്ലാതെ എല്ലാവരെയും ഒരുപോലെ സ്വീകരിക്കുന്ന ആരാധനാ കേന്ദ്രമാണ് പറശ്ശിനിക്കടവ്. വളപട്ടണം പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ആത്മീയതയും പ്രകൃതി ഭംഗിയും ഒരുമിച്ച് അനുഭവിക്കാൻ കഴിയുന്ന അപൂർവ സ്ഥലങ്ങളിൽ ഒന്നാണ്. വർഷം മുഴുവൻ ആയിരക്കണക്കിന് ഭക്തരാണ് മുത്തപ്പന്റെ അനുഗ്രഹം തേടി ഇവിടെ എത്തുന്നത്. ജനകീയ വിശ്വാസമനുസരിച്ച് മുത്തപ്പൻ തൻ്റെ യാത്രകളിൽ എല്ലായ്പ്പോഴും നായകളെ കൂടെ കൂട്ടിയിരുന്നു. അതുകൊണ്ടാണ് നായയെ മുത്തപ്പൻ്റെ വിശ്വസ്ത കൂട്ടുകാരനും രക്ഷകനുമായി കണക്കാക്കുന്നത്. പറശ്ശിനിക്കടവിൽ ഇന്നും ധാരാളം നായകളെ സ്വതന്ത്രമായി കാണാം. ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടത്തിൽ 2 വെങ്കല നായ പ്രതിമകളുണ്ട്. പ്രസാദം തയ്യാറാക്കുമ്പോൾ ആദ്യം നായയ്ക്ക് നൽകുന്ന ആചാരവും ഇവിടെ നിലവിലുണ്ട്. മുത്തപ്പൻ വെറുമൊരു ദൈവസങ്കല്പം മാത്രമല്ല, ഉത്തര മലബാറിൻ്റെ ജീവിതത്തോടും സംസ്കാരത്തോടും ചേർന്ന് നിൽക്കുന്ന ഒരു ജനകീയ വിശ്വാസമാണ്. അങ്ങനെ മുത്തപ്പൻ്റെ സന്നിധിയിൽ നിന്നുള്ള ദർശനവും പ്രാർത്ഥനയും കഴിഞ്ഞ് ഇനി ഞങ്ങൾ കണ്ണൂരിൻ്റെ മറ്റൊരു പ്രത്യേകതയായ കണ്ണൂർ കോക്ടെയിൽ രുചിക്കാൻ പോവുകയാണ്. നാട്ടുകാർക്കും സഞ്ചാരികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഈ ഡ്രിങ്ക് കണ്ണൂരിൻ്റെ സ്വന്തം രുചികളിൽ ഒന്നായാണ് അറിയപ്പെടുന്നത്. പഴങ്ങളും ഡ്രൈ ഫ്രൂട്ട്സും ഐസ്ക്രീമും ചേർന്ന വ്യത്യസ്തമായ രുചിയാണ് ഇതിൻ്റെ പ്രത്യേകത. കണ്ണൂരിൽ എത്തിയാൽ ഒരിക്കലെങ്കിലും രുചിച്ചു നോക്കേണ്ട ഒരു ഐറ്റം എന്നാണ് പലരും പറയുന്നത്. കണ്ണൂരിൻ്റെ ഭക്ഷണ സംസ്കാരത്തിൽ സ്വന്തം ഇടം നേടിയ ഒരു പേരാണ് കണ്ണൂർ കോക്ടെയിൽ. ഒരു സാധാരണ മിൽക്ക് ഷേക്ക് എന്നതിലുപരി കണ്ണൂരിൻ്റെ ഒരു ഫുഡ് ഐക്കൺ എന്നാണ് പലരും ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഒരു കണ്ണൂർ കോക്ടെയിലിൻ്റെ റേറ്റ് വരുന്നത് 70 രൂപയാണ്. കണ്ണൂർ വന്നിട്ട് കണ്ണൂർ കോക്ടെയിൽ കുടിക്കാതെ പോകുന്നത് എങ്ങനെയാലേ? അങ്ങനെ ഓരോ കണ്ണൂർ കോക്ടെയിലും കുടിച്ച് ഞങ്ങളിതാ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത് ചരിത്രങ്ങളുടെ നാടായ കണ്ണൂരിലൂടെയാണ്. ഒരു കാലത്ത് അറേബ്യയുമായും പേർഷ്യയുമായും വ്യാപാരബന്ധം പുലർത്തിയിരുന്ന ഈ നാട് കോലോത്തിരി രാജാക്കന്മാരുടെയും അറയ്ക്കൽ രാജവംശത്തിൻ്റെയും ഭരണകേന്ദ്രമായിരുന്നു. കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം ഇവിടെ നിന്നാണ് ഭരിച്ചിരുന്നത്. പോർച്ചുഗീസുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരും തങ്ങളുടെ സാന്നിധ്യം രേഖപ്പെടുത്തിയ മണ്ണാണ് കണ്ണൂർ. ഇന്ന് തെയ്യത്തിൻ്റെയും കടൽ തീരങ്ങളുടെയും രുചികളുടെയും നാടായി അറിയപ്പെടുന്ന കണ്ണൂർ ഓരോ യാത്രക്കാരനും ഒരു പുതിയ കഥ പറഞ്ഞു തരുന്ന സ്ഥലമാണ്. കണ്ണൂർ വരുമ്പം എനിക്ക് ഏറ്റവും കൗതുകകരമായി തോന്നിയത് ഇവിടുത്തെ മാഹി എന്ന് പറഞ്ഞ സ്ഥലമാണ്. കേരളത്തിനകത്തായിട്ടും ഭരണപരമായി പുതുച്ചേരിയുടെ ഭാഗമായ ഒരു അത്ഭുത പ്രദേശമാണ് മാഹി. ഒരു കാലത്ത് ഫ്രഞ്ചുകാരുടെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായിരുന്ന മാഹി ഇന്നും ആ ചരിത്രത്തിൻ്റെ ഓർമ്മകൾ സൂക്ഷിക്കുന്നു. എന്നാൽ സംസ്കാരത്തിലും ഭാഷയിലും ജീവിത രീതിയിലും ഇന്ന് തികച്ചും മലബാറിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ കണ്ണൂരും മാഹിയും തമ്മിലുള്ള ബന്ധം ഒരു അതിർത്തിയുടെ കഥയല്ല, ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും കഥ കൂടിയാണ്. അങ്ങനെ നമുക്ക് ഏകദേശം വൈകുന്നേരത്തെ വിശപ്പായി. അപ്പം ഒരു ചായക്കട തപ്പി തപ്പി ഇങ്ങനെ പോവുകയാണ് കേട്ടോ. റോഡ് പണിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ആദ്യം ഉണ്ടായിരുന്ന കടകളൊന്നും ഇപ്പോൾ ഇല്ല. അങ്ങനെ കണ്ടൊരു നല്ല കടയിൽ ഞങ്ങൾ കയറി. അപ്പോൾ പുറമേ നിന്ന് കാണാൻ നല്ല കടയായിരുന്നു. ഉള്ളോട്ട് കയറിയതോ ഇതെന്താണ് ഈച്ചകളുടെ ലോകമാണോ എന്ന് വിചാരിച്ചു പോയിട്ടോ. അത്രയ്ക്ക് ഈച്ചയായിരുന്നു അവിടെ. അതെനിക്ക് ഈ വീഡിയോ കാണിക്കാൻ പറ്റില്ല. പക്ഷേ അടുത്ത കടികൾ എല്ലാം നല്ല ഓക്കെ ആയിരുന്നു. പക്ഷേ ഈച്ച കൊണ്ട് അവിടെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്ത് നിന്നായിരുന്നു ഇപ്പോൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെയുള്ള ഈച്ചകളെ കൂടി ഒന്ന് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ ആ കട എന്തുകൊണ്ടും പെർഫെക്റ്റ് ആണ്. ഞങ്ങൾ ആദ്യം പോയി അകത്ത് കയറി ഇരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പക്ഷേ ഇരുന്നിട്ട് അവിടെ ഇരിപ്പ് ഉറക്കുന്നില്ല, അത്ര ഈച്ചയാണ്. 1 or 2 ഒക്കെയാണ് നമുക്ക് സഹിക്കാം. പക്ഷേ ഇങ്ങനെ ഒരു ചായക്കടയിൽ ഒരു ടേബിൾ നിറച്ച് ഈച്ച എന്ന് പറയുമ്പം ആർക്കും സഹിക്കാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അവിടുന്ന് ഞങ്ങൾ ചായയും കടിയൊക്കെ വാങ്ങിച്ച് കഴിച്ചു. സത്യം പറഞ്ഞാൽ ഇന്ന് എന്താണെന്നറിയില്ല, ഒടുക്കത്തെ വിശപ്പായിരുന്നു കേട്ടോ. ഇങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാത്തതാണ്. ഇന്നത്തെ എൻ്റെ വിശപ്പ് കണ്ട് ഇവർ തന്നെ അത്ഭുതപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ചായ കുടി എല്ലാം കഴിഞ്ഞ് നാട്ടിലേക്ക് ഇരിക്കുകയാണ്. ഇനി ഇന്നൊരു ഫുഡും വാങ്ങി തരില്ല എന്ന് ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വേഗം ഞങ്ങൾ നാട്ടിലേക്ക് വിട്ടു. അങ്ങനെ ഞങ്ങൾ തലയാട് വഴിയൊക്കെയായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നേ. അപ്പം ഞങ്ങളെ വീട്ടിലിറക്കാൻ വേണ്ടി അവർ ഈ വഴി വണ്ടി തിരിച്ചു. എന്നാൽ പിന്നെ അവർക്ക് ഞങ്ങളെ ഇറക്കിയിട്ട് താമരശ്ശേരിക്ക് പോകാമല്ലോ. നല്ല അടിപൊളി റോഡായിരുന്നു കേട്ടോ. ഞങ്ങളെ റോഡായതുകൊണ്ട് പൊക്കി പറയല്ല, ഒരു രക്ഷയില്ല, അടിപൊളി റോഡ്.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.